കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയം വാർദ്ധക്യം എന്നുള്ളതാണ്. ഒരു എപ്പിസോഡ് കൂടി ഈ വിഷയത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് എങ്ങനെയാണ് വാർദ്ധക്യം വരുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും, ടു പോസ്റ്റ്പോൺ ദി ഓൺസെറ്റ് ഓഫ് ഓൾഡ് ഏജ്. രണ്ടാമത്തേതിൽ നമ്മൾ ചർച്ച ചെയ്തത് വാർദ്ധക്യം വന്നാൽ വരുമെന്നുള്ളത് ഉറപ്പാണല്ലോ, വരുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വാർദ്ധക്യം വന്നാൽ അതിനെ എങ്ങനെ സന്തോഷപ്രദമാക്കാം, എങ്ങനെ അത് രക്ഷാകരമാക്കാം, അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് ഈ വാർദ്ധക്യ കാലഘട്ടത്തിൽ എടുക്കേണ്ടത് എന്നൊക്കെയാണ് സംസാരിച്ചത്. ഇന്ന് അതിനെ തുടർന്ന് ആ വാർദ്ധക്യം അതിൻ്റെ അവസാന ഭാഗം പ്രത്യേകിച്ച് എങ്ങനെയാണ് രക്ഷാകരമാക്കുക എന്നുള്ളതാണ്. വാർദ്ധക്യത്തിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് മരണമാണ്. ആ മരണം എങ്ങനെയാണ് രക്ഷാകരമാക്കുക, അതിന് നമ്മൾ എന്ത് പ്രിപ്പറേഷനൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് മക്കളുടെ പങ്ക് എന്താണ്, മറ്റുള്ളവരുടെ പങ്ക് എന്താണ്, ആശുപത്രിയുടെ പങ്ക് എന്താണ്, ഇതൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സാധാരണയായിട്ട് ആശുപത്രിയിൽ ആക്കി മരിക്കുള്ളൂ എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ICUവിലാക്കും. ചില രോഗങ്ങളുണ്ട്, റിക്കവർ ചെയ്യും, അവരെയും പലപ്പോഴും ICUവിലാക്കുന്നുണ്ട്. എന്നാൽ മരിക്കുമെന്ന് ഉറപ്പുള്ളവരെയും ICUവിലാക്കും. ICUവിലാക്കുമ്പോഴാണ് പലരും കണ്ണ് തുറക്കുന്നത്. നമ്മുടെ ഡേവിസ് ചെർമലച്ചൻ, കിഡ്നി ഫെയിം ഡേവിസ് ചെർമലച്ചനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിംഗ് സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ടത്രേ. ഞാൻ കണ്ടിട്ടില്ല, കേട്ടതാണ്. ICU എന്നുള്ളതിന് അദ്ദേഹം ഒരു ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഞാൻ, സി കാണുന്നു, യു തമ്പുരാൻ, ഞാൻ തമ്പുരാനെ കാണുന്നു. ആ നേരത്താണ് തമ്പുരാനെ കാണുന്നത്. അതുവരെ പലരും തമ്പുരാൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ഓർക്കാറ് പോലും ഉണ്ടാവില്ല. ഇത് നേരിട്ട് കാണുകയാണ്. ഈ ICUവിനെ കുറിച്ച് എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. അത് ഞാൻ പല വേദികളിൽ പറഞ്ഞു നോക്കി, പക്ഷേ ഒരു ഇമ്പ്രൂവ്മെൻ്റ് കണ്ടില്ല. ഒന്ന്, വരന്തരപ്പള്ളിയിലൊരു ആശുപത്രിയുണ്ട്, വേലുപ്പാടത്തൊരു ആശുപത്രിയുണ്ട്. അവിടെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ പറയുകയുണ്ടായി. ബെനഫാക്ടേഴ്സിൻ്റെ ഒരു മീറ്റിംഗാണ്. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഡോക്ടർമാർ, നഴ്സുമാർ, സിസ്റ്റർമാരുണ്ട്. ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ്, അവരുടെ ഒരു ധ്യാനം നടന്നപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു, അമല ഹോസ്പിറ്റലിൽ നഴ്സുമാരുടെ ക്യാപ്പിംഗ് സെറിമണി അതിന് സംസാരിച്ചപ്പോൾ പറയേണ്ടായി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, അവിടെയും ഒരു മീറ്റിങ്ങിൽ പറയേണ്ടായി. പക്ഷേ ഒരു സ്ഥലത്തും ഫലം കണ്ടില്ല. ഞാൻ ആവശ്യപ്പെടുന്നത് ഇതാണ്, ഈ രോഗികൾ മരിക്കാറാവുമ്പോഴാണല്ലോ ICUവിലേക്ക് കൊണ്ടുപോകുന്നത്. ICUവിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ പരിചയക്കാരും ബന്ധക്കാരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അവരൊക്കെ ICUവിന് പുറത്ത് തമ്പടിക്കുകയാണ്. അപ്പോൾ ICUവിൽ കയറ്റിയെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ബന്ധുക്കളെയൊക്കെ അറിയിച്ചു, ചിലപ്പോൾ ICUവിൽ നിന്ന് അറിയിപ്പ് വരും, രക്ഷയില്ലാന്ന് തോന്നണേ, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ അവിടെ വന്ന് തമ്പടിച്ചു. പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ICUവിൽ കിടക്കുന്ന ആളാണെങ്കിലോ ഇങ്ങനെ കണ്ണ് വട്ടം
തിരിച്ചു നോക്കണ്ടാവും. എൻ്റെ സ്വന്തക്കാരാരെങ്കിലും ഉണ്ടോ? ഏറെ സ്നേഹിക്കുകയും വളർത്തുകയുമൊക്കെ ചെയ്ത വല്ലവരും ചുറ്റുമുണ്ടോ? ആരുമില്ല. പരിചയമില്ലാത്ത കുറച്ച് ഡോക്ടർമാരും നഴ്സുമാരും മാത്രമേ ഉള്ളൂ. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിരിക്കേണ്ട അവസ്ഥ, ആ അവസരം, അത് മരണ അവസരമാണ്. വിശുദ്ധ ബൈബിളിൽ അങ്ങനെ ഒരു തിരുവചനമുണ്ട്: ജന്മദിനത്തേക്കാൾ മരണദിനമാണ് അഭികാമ്യമെന്ന്. അതാണ് ഏറ്റവും മനോഹരമാക്കേണ്ടത്. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ്. ആ മരണനിമിഷം ഏറ്റവും മനോഹരമാകണം, രക്ഷാകരമാകണം. ആ വലതുഭാഗത്തുണ്ടായിരുന്ന കള്ളൻ, അവൻ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ അവൻ്റെ ആ മരണസമയം രക്ഷാകരമാക്കി മാറ്റി. അവൻ നടുവിൽ കുരിശിൽ കിടന്ന യേശുവിനെ അവൻ കണ്ടു. അവൻ വാസ്തവത്തിൽ ICUലായിരുന്നു. അവൻ കർത്താവിനെ കണ്ടു കുരിശിൽ. അവൻ തിരിച്ചറിഞ്ഞു, അവൻ രക്ഷപ്പെട്ടു. ഈ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തക്കാർക്കൊക്കെ ഉണ്ടാകണം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ, 1-2-3 അനുഭവങ്ങൾ എനിക്കുണ്ടായത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ അപ്പൻ മരിക്കുന്നത് 2002-ലാണ്. 2002 മരിക്കുന്നതിന് മുമ്പ് മരിക്കുള്ളൂ എന്ന് ഏകദേശം മനസ്സിലായി. വളരെ സിവിയറായിട്ടുള്ള ഒരു പ്രശ്നം വന്നു പെട്ടപ്പോൾ ഡോക്ടർമാർ വന്ന് എന്നോട് പറഞ്ഞു, ICUവിൽ നമുക്ക് ആക്കാം, അപ്പോൾ അവിടെ ആകുമ്പോൾ കൂടുതൽ ശ്രദ്ധ കിട്ടും. ഞാൻ പറഞ്ഞു, വേണ്ട, ICUവിലാക്കണ്ട. ഈ റൂമിൽ കിടന്ന് മരിക്കുന്നത് നിങ്ങൾക്ക് വിരോധമുള്ള കാര്യമാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. അവർ പറഞ്ഞു, വേണ്ട മാഷേ, അവിടെ തന്നെ കിടന്നോട്ടെ, നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പനെ നന്നായി ശ്രദ്ധിച്ചു. ഒരു ദിവസം അപ്പൻ പറഞ്ഞു, എനിക്ക് വായുവിൻ്റെ അസുഖം തുടങ്ങിയെന്നാണ് തോന്നണടാ മോനെ എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ അത് ശരിയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ നമ്മൾ ശ്വസിക്കുന്നതും വായുവലി എന്ന് പറയുന്ന അതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സൈഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അപ്പനെ ഒരുക്കാനായിട്ട് ശ്രമിച്ചു. മരണത്തിന് ഒരുക്കുക, മരിക്കുമെന്നുള്ളത് ഉറപ്പായി. പിന്നെ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അപ്പനെ മരണത്തിന് ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ യേശുവേ യേശുവേ എന്ന് അപ്പൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിന് കാരണമുണ്ട്. ഒന്ന്, എനിക്ക് ഈ ബോധ്യമുണ്ട്. 2, ഞാൻ ചെറുപ്പത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മുത്തപ്പാപ്പനും മുത്തിയമ്മാമയും മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് മുത്തിയപ്പാപ്പൻ്റെ മക്കൾ, 5 മക്കളുണ്ട്, അവർ എനിക്കപ്പാപ്പന്മാരാണ്. അവർ ഇരുന്ന് 2 കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ മനസ്സിലിപ്പോഴുമുണ്ട്. ഒന്ന്, ഈ പൂത്തുമ്പ എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട്. അത് ആ ചെടി തന്നെ പറിച്ച് അതുകൊണ്ട് ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ വീശും. കാരണം ഈച്ച വന്നിരിക്കും. വയസ്സായി കുളിപ്പിച്ചിട്ടുണ്ടാവില്ല, കുറച്ച് കാലമൊക്കെ ആയിട്ട്. അങ്ങനെ അന്നൊന്നും ഇങ്ങനത്തെ ഈ തുണി മുക്കി പിഴിഞ്ഞ് കുളിപ്പിക്കുക അത്തരം അവസ്ഥകളൊക്കെ കുറവാണ്. അപ്പോൾ ഈ പൂത്തുമ്പ കൊണ്ട് ഇങ്ങനെ വീശുന്നത് ഒന്ന് കണ്ടത് എൻ്റെ ഓർമ്മയിലുണ്ട്. 2, ഈ ആത്മാവ്, ഈശോ മറിയം ഔസേപ്പേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാളിങ്ങനെ ചെവിട്ടോർമ്മ വിളിച്ച് ചെല്ലുക എന്നാണ് അതിന് പറയുക. ചെവിട്ടോർമ്മ വിളിച്ച് ചെല്ലുക എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മരിക്കുന്നത് വരെയും പറഞ്ഞുകൊണ്ടിരിക്കും. അത് എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ അപ്പൂപ്പൻ മരിക്കുന്ന സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മൂമ്മ മരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അവർ അപ്പൂപ്പൻ്റെ അനിയന്മാരാണ് അതൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ അപ്പൻ മരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇരുന്ന്
യേശുവേ 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 എന്നുള്ള ആ വാക്ക് ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള ചിന്ത അപ്പനിലേക്ക് വരും. മരണസമയത്താണല്ലോ പിശാച് അവൻ്റെ അവസാനത്തെ അടവെടുക്കുക. എന്തൊക്കെ അടവുകളാണ് അവൻ എടുക്കുന്നതെന്ന് ആർക്കറിയാം? ആരും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. മരിച്ചുപോയവർ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല പിശാച് എന്നെ ഇതുപോലെയൊക്കെ പരീക്ഷിച്ചു എന്ന് ആരെയും പറഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. പല തിന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഓർമ്മിപ്പിച്ച് കൊടുക്കണ്ടാവാം. അങ്ങനെ അതിലേക്കൊക്കെ ശ്രദ്ധ തിരിപ്പിക്കുന്നുണ്ടാവാം. തമ്പുരാനെ വിളിക്കുന്നതിൽ നിന്ന് അവനെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ടാവും ഓരോ വ്യക്തിയായി മരിക്കുന്ന സമയത്ത്. അതാണ് അവൻ ചെയ്യുന്നത്. അതിന് പ്രതിവിധിയായിട്ട് നമുക്ക് യേശുവിൻ്റെ ചിന്ത കൊടുക്കുക. ഇതാണ് ഞങ്ങൾ ചെയ്തത്. അവൻ മരിച്ച് അവസാന ശ്വാസം വിടുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവസാന ശ്വാസം വിട്ടതിന് ശേഷവും ഞാൻ 8-10 മിനിറ്റ് നേരത്തേക്ക് യേശുവേ യേശുവേ എന്ന് വളരെ ഷാർപ്പായിട്ട് ഇങ്ങനെ ജീസസ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അതെൻ്റെ ഒരു അനുഭവമാണ്. എനിക്ക് ഉറപ്പാണ് അപ്പനെ ഞങ്ങൾ നന്നായി ഒരുക്കിയാണ് വിട്ടത് എന്ന്. ഈ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുന്ന ആ നിയമത്തിൽ, ആ കൽപ്പനയിൽ ഇത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ്. അവരെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു വലിയ ലക്ഷണം ഇതാണ്. അവരുടെ അവസാന കാലത്ത് അവർക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുക, അവരെ ഒരുക്കി തമ്പുരാൻ്റെ അടുത്തേക്ക് പറഞ്ഞ് അയക്കുക. നമ്മൾ പലപ്പോഴും ഇങ്ങനെ കുറികളിലൊക്കെ എഴുതും ആത്മാവിന് വേണ്ടുന്ന കൂദാശകൾ കൈക്കൊണ്ട് എന്നൊക്കെ. ചിലപ്പോൾ അതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഒരുക്കം നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. അത് ഏറ്റവും നല്ലതാണ്. ഇത് ICUവിലാണ് വാസ്തവത്തിൽ കൊടുക്കേണ്ടത്. വീടുകളിലല്ലല്ലോ ഇപ്പോൾ അധികം ആൾക്കാർ മരിക്കുന്നത്. അപ്പോൾ എവിടെ എങ്ങനെ കൊടുക്കും? ICUവിലാണെങ്കിൽ 8, 10, 20 പേരൊക്കെ ഉണ്ടാവും. അവിടെ വെച്ച് ഇത് കൊടുക്കാൻ പറ്റുമോ? അപ്പം അതിന് ഒരു ഐസൊലേറ്റഡ് പോർഷൻ ഉണ്ടാവണം. അവിടെ നിന്നൊരു ഡോറ് കടന്നാൽ വേറെ ഒരു മുറി, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ. മരണാസന്നരായിട്ടുള്ള രോഗികൾക്ക് അവിടെ വെച്ച് വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഒരുക്കവും അവർക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പക്ഷെ ഒരു ആശുപത്രി പോലും ഇന്ന് വരെ അങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കത്തോലിക്ക സഭയുടെ ആശുപത്രികൾ എത്രയോ ഉണ്ട്. അവിടെയൊക്കെ എത്രയോ സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, എത്രയോ അച്ഛന്മാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി ഒരാളെ നിയോഗിച്ചാൽ പോലും തെറ്റില്ല എന്ന് പറയും. ഒരു ടീമിനെ നിയോഗിക്കുക. ഡിപ്പാർട്ട്മെൻറ്റുകളില്ലേ, അതുപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആ ഒരുക്കി വിടുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ഭാരതത്തിൽ പുത്രൻ പുത്രി എന്നൊക്കെ ഉപയോഗിക്കുന്ന എന്നൊക്കെ ഉള്ള വാക്കുകളുണ്ടല്ലോ, അത് സംസ്കൃതമാണ്. അതെങ്ങനെ വന്നു എന്നറിയാമോ? പുത്തെന്ന് പറയുന്നത് ഒരു നരകമാണ്. ഭാരതീയ ചിന്ത പ്രകാരം ഒരാൾ മരിച്ച് പോകുമ്പോൾ തമ്പുരാൻ്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലൂടെ വേണം കടന്നു പോകാൻ. അതിൽ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പുത്ത്, നരകം. ആ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന മകനാണ് പുത്രൻ. പുത്തെന്ന് പറയുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുക എന്ന് വെച്ചാൽ രക്ഷിക്കുക. ത്രാണനം ചെയ്യുന്ന മകളാണ് പുത്രി. ഇന്ന് നമുക്കങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഒരു പുത്രിക്ക് എൻ്റെ അപ്പനെ അമ്മയെ ഞാൻ നല്ലവണ്ണം ഒരുക്കിയാണ് ഞാൻ വിടുന്നത്, ഈ ലോകത്തിൽ നിന്ന് യാത്രയാക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതിന് വേണ്ട സംവിധാനങ്ങൾ ആശുപത്രികളിൽ ഉണ്ടാകണം. എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ കിടന്നാണ് മരിച്ചത്. അമ്മയുടെ 92-ാമത്തെ വയസ്സിൽ അമ്മ ഒന്ന് വീണു, ഈ എല്ല് ഫ്രാക്ചറായി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, മിഷൻ ആശുപത്രിയിലെ ഡോക്ടർ റാവു പറഞ്ഞു, ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ മരിക്കും. ഓപ്പറേറ്റ് ചെയ്താൽ കുറച്ച് കാലം കൂടി നീണ്ടു നിൽക്കാം. ഞങ്ങൾ ഓപ്റ്റഡ് ഫോർ ഓപ്പറേറ്റിംഗ്. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു.
ഭാഗ്യവശാൽ കുഴപ്പമൊന്നുമില്ലാതെ ജീവൻ തിരിച്ചു കിട്ടി. ബോധം കൊടുത്തിയാൽ ഇനി തിരിച്ചു കിട്ടുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു കിട്ടി. പിന്നെയും ഒരു കൊല്ലം അമ്മ കിടന്ന കിടപ്പിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല ശുശ്രൂഷ കൊടുത്തു, ബെഡ് സോറൊന്നും വരാതെ നല്ല ശുശ്രൂഷ കൊടുത്ത് നോക്കി. മരിക്കുന്ന ആ സമയത്തും ഇതുപോലെ 3 മക്കളും മരുമക്കളും ഒക്കെ ചേർന്ന് അമ്മയെ വേണ്ടതുപോലെ ഒരുക്കിയാണ് പറഞ്ഞയച്ചത്. എൻ്റെ 2 അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. മൂന്നാമതൊരു അനുഭവം കൂടി ഉണ്ടായത്, അത് എൻ്റെ ഫാദറിനോയും അമ്മാനപ്പൻ എന്ന് പറയുമല്ലോ നമ്മൾ, അദ്ദേഹം ഇതുപോലെ രോഗിയായി മിഷൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്, തൊട്ടടുത്ത ഹോസ്പിറ്റലാണ്, നല്ല ഹോസ്പിറ്റലും ആയതുകൊണ്ട് നമ്മളവിടെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അവിടെ ചെന്നപ്പോൾ മരിക്കുള്ളതെന്നും ഉറപ്പായി. അപ്പോൾ ICUവിലേക്ക് കൊണ്ടുപോകും. എപ്പോഴും ഞാൻ അവിടെ നിൽക്കാറില്ല, മക്കളും ഒക്കെയാണ് കൂടുതൽ നേരം നിൽക്കാറ്. അപ്പം ഞാനൊരു പ്രാവശ്യം ചെല്ലുമ്പോൾ അപ്പനെ ICUവിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം അപ്പനെ ഒരുക്കണം എന്നാണ്. ഞാനങ്ങനെ ICUവിലടുത്ത് ചെന്ന് ബെല്ലടിച്ചു. ഒരു അറ്റൻഡർ വന്നു. ഞാൻ അറ്റൻഡറോട് വിവരം പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, എൻ്റെ ഫാദറിനുള്ള അവിടെ കിടക്കുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് ഒരുക്കിയാൽ കൊള്ളാമെന്ന്. അയാൾ നല്ല മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, അകത്ത് പോയിട്ട് ആരോടോ അനുവാദം ചോദിച്ച് വന്ന് മാഷ് വന്നോളൂ എന്ന് പറഞ്ഞു. ഞാനവിടെ അങ്ങനെ ചെന്നിരുന്ന് അപ്പന് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുകയാണ്. ഈ വാചകങ്ങൾ ഇങ്ങനെ യേശുവേ 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 എന്നുള്ള വാക്കും ഒക്കെ ചൊല്ലിക്കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ പ്രധാനിയായിട്ടുള്ളൊരു വ്യക്തി വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ നിങ്ങൾ മാത്രം ഇവിടെ ഇരിക്കുന്നത്? വേറെ എത്രയോ പേഷ്യൻസ് ഉണ്ട് ഇവിടെ, അവർക്കൊന്നും ഇരിക്കാൻ പറ്റില്ലേ? നിങ്ങളെന്തുകൊണ്ടാണ് അവിടെ ഇരിക്കണേ? നിങ്ങൾ പോകണം. ഞാൻ അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ പുറത്തു പോയി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ആൾ തന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞു, സോറി മാഷേ, മാഷ് വന്നോളൂ. അങ്ങനെ ഞാൻ അവിടെ പോയി ഇരുന്ന് ഒരു സ്റ്റൂളൊക്കെ ഇട്ട് എനിക്ക് ഇട്ട് തന്നു. അതിനു മുമ്പ് വരെ ഞാനിങ്ങനെ കുനിഞ്ഞു നിന്നാണ് പറഞ്ഞിരുന്നത്. വീഴാതിരിക്കാനായിട്ട് ഒരു തട വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ കുനിഞ്ഞു നിന്ന് ഇങ്ങനെ ചെവിയിൽ ചൊല്ലിക്കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ചെല്ലുമ്പോൾ ഒരു ഡോക്ടർ എന്തോ മാസ്ക് പോലെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് മുഖത്ത്. ഒരു ബസ്സിൻ്റെ ഹോണൊക്കെ ഇല്ലേ, അതുപോലെയുള്ള ഹോൺ, അത് വെച്ചിട്ട് അങ്ങനെ പമ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് കണ്ടപ്പോൾ വല്ലാതെ വേദന തോന്നി. ഞാൻ പറഞ്ഞു, എൻ്റെ പരിചയമുള്ളൊരു ഡോക്ടറാണ്, സ്റ്റുഡൻ്റാണ്. ഞാൻ പറഞ്ഞു, മോനെ ഇതൊന്ന് നിർത്ത്. അങ്ങനെ ഈ എഗ്രീഡ്. എന്നെ അനുസരിച്ച് അദ്ദേഹം അത് എടുത്തു, മാസ്ക് എടുത്തു. മാസ്ക് എടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വെള്ളം എന്ന് പറയണത് നമുക്ക് കേൾക്കാം. ഉടനെ അദ്ദേഹത്തിൻ്റെ മകൻ, എൻ്റെ അളിയൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹം കുറച്ച് വെള്ളം എടുത്തു കൊടുത്തു. അതിനുശേഷം ഞാനും 2 സ്പൂൺ വെള്ളം കൊടുത്തു. അപ്പോൾ വെള്ളം കുടിക്കുന്നതൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്വരം കേൾക്കാം. അങ്ങനെ വെള്ളം ഇറക്കുമ്പോൾ ഒരു സ്വരം ഉണ്ടാവില്ലേ, ആ സ്വരം പോലും നമുക്ക് കേൾക്കാൻ പറ്റും. അവിടെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ യേശുവേ 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ആൾ മരിക്കുകയും ചെയ്തു. ഇതെനിക്ക് വലിയ ഒരു അനുഭവമായിട്ട് തോന്നി. അല്ലായിരുന്നുവെങ്കിൽ മരിക്കുക മാത്രമല്ല, ദൈവത്തെ ഓർത്തു എന്ന് പോലും ചിലപ്പോൾ വരില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ICUവിൽ പോകുമ്പോൾ, കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് സൈറൺ അടിച്ചുകൊണ്ട് തന്നെ പോകുമ്പോൾ, അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, മരിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ എന്നാണ്. നമ്മൾ സാധാരണ ചൊല്ലുക മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയായിരിക്കണമേ എന്നാണ്. ഇത് മരിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന്. ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു ജോലിയാണ്. മക്കൾ മാത്രമല്ല, ജീവിത പങ്കാളിയും എല്ലാവരും ആ ആളെ ഒരുക്കി തമ്പുരാൻ്റെ കൂടെ അയക്കുക എന്നുള്ളത് ആ ചിന്തയാണ്. നമ്മളതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ ചൊല്ലുന്നത്. ദിവസത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നുണ്ട്? അതിൻ്റെയൊക്കെ ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും.
നമുക്ക് നമ്മുടെ മരണസമയത്ത് യേശു, മാതാവ്, ഔസപിതാവ്, മാലാഖമാരൊക്കെ വരുന്നതും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്നതും ഒക്കെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് വേണം ആ രഹസ്യം ചെല്ലാനായിട്ട്, ആ പ്രാർത്ഥന ചെല്ലാനായിട്ട്. അതിന് കാരണം ഞാൻ പറയാം. നമ്മൾ എന്താണോ നോക്കുന്നത് അതേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ എന്താണോ കാണുന്നത് അതാണ് നമുക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ജപമാല ചൊല്ലുന്ന നേരത്ത് ഓരോ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെമേ ചൊല്ലുമ്പോഴും നമ്മൾ ഇതൊന്ന് ചിന്തിക്കുക. ഓരോ രഹസ്യം ചൊല്ലുമ്പോഴും ആ രഹസ്യത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ചിന്തിക്കുക. ഇത് ചൊല്ലുമ്പോൾ നമ്മളുടെ മരണത്തെ നമ്മൾ കാണുക. പേടിക്കൊന്നും വേണ്ട. അങ്ങനെ കണ്ടതുകൊണ്ട് നേരത്തെ മരിച്ചു പോകുമെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ഒരു സമയമുണ്ട്. തമ്പുരാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായ സമയമുണ്ട്. തമ്പുരാന് പിതാവായ ദൈവത്തിന് മാത്രമേ അറിഞ്ഞുകൂടൂ. യേശുവിന് പോലും അറിഞ്ഞുകൂടാ എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. പിതാവിന് മാത്രം അറിയാവുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് സംഭവിച്ചിരിക്കും. നിങ്ങൾ എത്ര വേവലാതിപ്പെട്ടിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ചിന്തിക്കുന്നത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരോഗ്യത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്ന് ചിന്തിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. കാരണം നല്ല ഒരു മരണം ലഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിശാചാണെങ്കിൽ ഈ സമയത്ത് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ഒരുപാട് കെണികൾ ഒരുക്കുന്നുണ്ടാവും. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ളൊരു പടമാണ്. ഒരാൾ മരിക്കാൻ കിടക്കുന്നു. വീട്ടുകാരൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്. അച്ഛനൊക്കെ ഓപ്പറേഷൻ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് മാലാഖ ഒരു പടം കാണിക്കുകയാണ്. നല്ല മരണത്തിൻ്റെ പടം കാണിക്കുന്നു. പിശാച് അപ്പുറത്ത് നിന്നൊരു പടം കാണിക്കുന്നു. അപ്പം നല്ല മരണം അനുഭവിക്കാൻ കഴിയുന്ന വ്യക്തി മാലാഖ കാണിക്കുന്ന പടത്തിലേക്കാണ് നോക്കുന്നത്. മറ്റേ വ്യക്തിയാണെങ്കിൽ പിശാച് കാണിക്കുന്ന പടത്തിലേക്ക് നോക്കുന്നു. ഇത് ചെറുപ്പത്തിലെ കണ്ട ഒരു ചിത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ചിത്രം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ മരണം നമ്മൾ മുന്നിൽ കാണുക. കണ്ട് അത് ഏറ്റവും മംഗളകരമാക്കാൻ, ഏറ്റവും രക്ഷാകരമാക്കാനായിട്ട് നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും നന്മയിലേക്കാണ് പോകുക. മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മരണത്തെക്കുറിച്ച് ഇടയ്ക്ക് നമുക്ക് ചിന്തിക്കാനും അതിനുവേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ ഒരുങ്ങലല്ല ഞാൻ പറഞ്ഞത്, നല്ല ഒരു മരണം കിട്ടാൻ വേണ്ടി ഒരുങ്ങാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.